ഒരു തോന്നൽ വന്നു. അപ്പോൾ ഇതാരെങ്കിലും ഒന്ന് പ്രസിദ്ധപ്പെടുത്തണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹത്തിന് അത് പ്രസിദ്ധപ്പെടുത്താൻ 65,000 ശ്ലോകം എന്ന് പറയുമ്പോൾ ഒരു 7-8 വോളിയമായിട്ട് ഇത് ഇറക്കാൻ പറ്റുള്ളൂ. വലിയ തുക വേണം. അത് അദ്ദേഹത്തിന് പറ്റില്ല. അന്ന് ഞാൻ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നുകൊണ്ട് വെറും 2 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തോട് അതിൻ്റെ കോപ്പറേറ്റ് വാങ്ങി. ആ ഗ്രന്ഥത്തിന് ഒരു 50 ലക്ഷം കൊടുത്ത് കോപ്പറേറ്റ് വാങ്ങിയാലും തെറ്റെന്നുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിന് അത് ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ജോൺ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി പാരഡൈസ് ലോസ്റ്റ് എഴുതി ചേർന്നപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഒരു പബ്ലിഷർ എന്ന് നോക്കിയപ്പോൾ ഇത് മഹത്തായ ഒരു ഗ്രന്ഥമാണ്. 10 പവൻ തരാം. അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പവൻ എന്ന് പറഞ്ഞാൽ 14 രൂപയാണ്. ഇപ്പം 140 രൂപ. ഈ അന്നത്തെ ഇപ്പോൾ ഒരു 80 രൂപയൊക്കെ വരുമെന്ന് വെച്ചു. ഒരു 800 രൂപ കൊടുത്തിട്ട് പാരഡൈസ് ലോസിൻ്റെ അവകാശം വാങ്ങി. അപ്പോൾ പക്ഷേ അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ വലിയ മഹാഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്ത് കാണാൻ അതിൻ്റെ സാഹിത്യകാരന്മാർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ മഹാകവി ജീവിതകാലം കൊണ്ട് എഴുതി തീർത്തത് സംസ്കൃത സർവകലാശാലയ്ക്ക് അവകാശം തന്ന ഞാൻ റിട്ടയർ ചെയ്ത് പോയി. അത് പബ്ലിഷ് ചെയ്യാതെ കഴിഞ്ഞ 10-22 കൊല്ലമായിട്ട് അവിടെ സംസ്കൃത സർവകലാശാലയുടെ മേശയ്ക്കകത്തിരിക്കരുത്. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തേത് ഭാഷയിലെങ്കിലും ഉണ്ടായ ഏറ്റവും മഹത്തായ കൃതിയാണ്. 65,000 സംസ്കൃത ശ്ലോകങ്ങളാണ്. എന്താപ്പോൾ ഈ 65,000 ശ്ലോകത്തിലൊരു പുസ്തകം എഴുതാൻ? അത് പുരാണത്തിൻ്റെ രചനയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പുരാണ രചനയുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം പറഞ്ഞ് തീർത്തിട്ടേ തിരിച്ച് ഈ സബ്ജക്റ്റിലേക്ക് വരുള്ളൂ. ഈ തീർത്ഥപാദ പുരാണത്തിൽ ഒരു ഭാഗത്ത് ശബരിമല അയ്യപ്പസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശബരിമല അയ്യപ്പസ്വാമിയുടെ മുഴുവൻ കാര്യങ്ങളും ഒരു 5,000 ശ്ലോകങ്ങളിൽ പറഞ്ഞു തീർത്തിട്ടാണ് തിരികെ വിഷയത്തിലേക്ക് വരുന്നത്. ഒരിടത്ത് വരുമ്പോൾ സാക്ഷാൽ ശ്രീശങ്കര ഭഗവത്പാദരെ പറ്റി ഒരു പരാമർശമുണ്ട്. അപ്പോൾ ശ്രീശങ്കര ഭഗവത്പാദരുടെ ജീവചരിത്രം മുഴുവൻ ഒരു 4,000 ശ്ലോകങ്ങളായിട്ട്, അത് ഒരിടത്ത് ശ്രീനാരായണ ഗുരുദേവനെ പറ്റി സ്പർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2,000 ശ്ലോകം, 500 ശ്ലോകം. അത് പുരാണങ്ങളുടെ ഒരു രീതിയാണ്. മഹാഭാരതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ശാകുന്തളവും നളചരിതവും എല്ലാം മഹാഭാരതത്തിലുള്ളതാണ്. അങ്ങനെയാണ് ഈ 65,000 ശ്ലോകം വരുന്നത്. പക്ഷേ പ്രധാനമായും വിഷയം ചട്ടമ്പി സ്വാമി തിരുവടിയുടെ ജീവിതവും സന്ദേശവുമാണ്.